ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ നാളികേര കർഷകർക്ക് മികച്ച വരുമാനം ലക്ഷ്യമിട്ടാണ് നടപടി. കേന്ദ്ര പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ശബരിമലയിൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ഇന്ന് മണ്ഡലപൂജ നടന്നു. വൈഗ കൊലക്കേസിൽ കുട്ടിയുടെ പിതാവിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കോടതി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ടെസ്റ്റ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 245 റൺസിന് പുറത്ത്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2024 കാലയളവിലേക്ക് കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. ആട്ടുകൊപ്രയ്ക്ക് ക്വിന്റലിന് 300 രൂപയും ഉണ്ടക്കൊപ്രയ്ക്ക് ക്വിന്റലിന് 250 രൂപയും വർദ്ധിപ്പിച്ചതായി കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. താങ്ങുവില വർധന നാളികേര കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കുടിയേറ്റം സംബന്ധിച്ച ഇന്ത്യ ഇറ്റലി കരാറിനും കേന്ദ്ര മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. അക്കാദമിക് പരിശീലനത്തിന് ശേഷമുള്ള തൊഴിൽ പരിചയത്തിനായി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 12 മാസം വരെ താൽക്കാലിക താമസ സൗകര്യം അനുവദിക്കാൻ കരാറിൽ വ്യവസ്ഥയുണ്ട്. കേന്ദ്ര പദ്ധതികൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഗുണഭോക്താക്കളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ സംതൃപ്തിയുടെയും സ്വപ്ന സാഫല്യത്തിന്റെയും കഥയാണ് പറയുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി പദ്ധതി ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും 50 ദിവസം കൊണ്ട് രാജ്യത്തെ നിരവധി ഗ്രാമങ്ങളിൽ യാത്ര എത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഉജ്ജ്വൽ യോജനയിലൂടെ പാചകവാതക കണക്ഷനു വേണ്ടി 4.5 ലക്ഷം അപേക്ഷ പരിപാടിയിലൂടെ ലഭിച്ചു. 1 കോടി ആയുഷ്മാൻ കാർഡുകളുടെ വിതരണവും 1.25 കോടി ആരോഗ്യ പരിശോധനയും വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ നടന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യവികസനത്തിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം വെഞ്ഞാറമൂട് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിൽ എത്താൻ സർക്കാരും ജനങ്ങളും ഒരുമിച്ച് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. കൊല്ലം ജില്ലയിലെ ചിറ്റുമല, കിഴക്കേ കല്ലട എന്നിവിടങ്ങളിൽ യാത്ര ഇന്ന് എത്തിച്ചേർന്നു. കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ, പനച്ചിപ്പാറ, എലിക്കുളം ഗ്രാമപഞ്ചായത്തുകളിലും പര്യടനം എത്തി. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരായിരുന്നു ഇന്നത്തെ യാത്ര. പത്തനംതിട്ട ജില്ലയിൽ റാന്നി, പഴവങ്ങാടി, വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്തുകളിലും യാത്ര നടന്നു. ആലപ്പുഴ ജില്ലയിൽ നൂറനാട് ഗ്രാമപഞ്ചായത്തിലാണ് പര്യടനം ഇന്നെത്തിയത്. പാലക്കാട് നഗരസഭയിലും കൽപ്പാത്തിയിലുമായിരുന്നു വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്നെത്തിയത്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ മികച്ച അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. പ്രധാനമന്ത്രി തൊഴിൽ ദായക പദ്ധതിയുടെ മലപ്പുറം ജില്ലയിലെ ഗുണഭോക്താവായ ഫൈസൽ ആകാശവാണി വാർത്തകളോട്. എൻ്റെ പേര് ഫൈസൽ കൊല്ലോളി. ഞാൻ പുളിക്കൽ എയർപോർട്ട് റോഡിൽ സിയാങ്കണ്ടത്ത് ഒരു ക്യൂൻസ് റെന്റ് ഹൗസ് എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് PMGPയുടെ പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം അറിയാൻ സാധിച്ചത്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇവന്റ് ഫീൽഡിലേക്ക് കടക്കാൻ ഞാൻ കാരണം ഈ സ്കീമാണ്. പ്രധാനമന്ത്രിയുടെ 30% സബ്സിഡി ഉള്ള ലോണ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുകയും പെട്ടെന്ന് തന്നെ ആ സ്കീം നമുക്ക് ലഭിക്കുകയും ഇപ്പോൾ നല്ല രീതിയിൽ പ്രൊജക്ട് നടപ്പിലാക്കി വിജയിച്ചു വരികയാണ്. ഇത് ഒരു പുതിയ സംരംഭകർക്ക് നല്ലൊരു സ്കീമാണ്. സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി ജമ്മു കാശ്മീരിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ ഭീകരാക്രമണമുണ്ടായ പൂഞ്ച് മേഖലയിലെ രജൌരിയിൽ സന്ദർശനം നടത്തി. പ്രദേശത്തെ സൈന്യം, പോലീസ്, സിവിൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്രമന്ത്രി മേഖലയിൽ നടക്കുന്ന ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ സന്ദർശിച്ച അദ്ദേഹം സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ ഇന്ന് തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടന്നു. രാവിലെ 10:30-നും 11:30-നും ഇടയിൽ നടന്ന മണ്ഡലപൂജയിൽ അയ്യനെ ദർശനം നടത്തിയ ശേഷം വൻ തീർത്ഥാടക പ്രവാഹമാണ് മലയിറങ്ങുന്നത്. ഇന്ന് രാത്രി 7-ന് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റിവിടില്ല. രാത്രി 11 മണിക്ക് നട അടയ്ക്കുന്നതിനാലാണ് നിയന്ത്രണം. ഇന്ന് രാത്രി അടയ്ക്കുന്ന ശബരിമല നട മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് വൈകിട്ട് വീണ്ടും തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ
ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടായതെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മകരവിളക്കിനായി 30-ന് നട തുറക്കുമ്പോൾ ഭക്തരുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യതയെന്നും അതനുസരിച്ചുള്ള മികച്ച സൌകര്യങ്ങൾ ഒരുക്കുമെന്നും സന്നിധാനം ഗസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. ശബരിമലയിൽ ഇത്തവണ മണ്ഡലകാലത്ത് 241 ലക്ഷം രൂപയുടെ വരവ് ലഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 18 ലക്ഷം രൂപ അധികമാണ് ഈ വർഷത്തെ വരവ്. കുത്തക ലേലം വഴി ലഭിച്ച വരുമാനം കൂടി ചേർത്താണ് ഈ കണക്ക്. വൈഗ കൊലപാതക കേസിൽ കുട്ടിയുടെ പിതാവ് സനു മോഹന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് എറണാകുളം പോക്സോ കോടതി. കേസിൽ ഏകപ്രതിയായ സനു മോഹനെതിരെ കൊലപാതകം, ലഹരിക്കടിമയാക്കൽ, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി വിലയിരുത്തിയാണ് കോടതി ഉത്തരവ്. പ്രതിക്ക് 1,70,000 രൂപ പിഴയും കോടതി ചുമത്തി. 2021 മാർച്ചിൽ 13 വയസ്സുകാരിയായ വൈഗയെ വിഷം നൽകിയ ശേഷം പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. പത്തനംതിട്ട കൈപ്പട്ടൂരിൽ KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 60-ലേറെ പേർക്ക് പരിക്ക്. മുണ്ടക്കയത്ത് നിന്നും തിരുവനന്തപുരത്തിന് പോയ ബസ്സും തിരുവനന്തപുരത്ത് നിന്ന് വരികയായിരുന്ന ബസ്സുമാണ് വൈകിട്ട് 3:15 കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്തെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പുതുവത്സര സമ്മാനമായി 5,000 രൂപ വീതം ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിച്ചതായി മന്ത്രി ആർ ബിന്ദു. 731 പേർക്ക് 36.55 ലക്ഷം രൂപയാണ് പ്രൊഫിഷ്യൻസി അവാർഡായി അനുവദിച്ചത്. 2023 മാർച്ചിൽ നടന്ന SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ക്യാഷ് അവാർഡ് നൽകിയത്. എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ മാറ്റിവെച്ച നവകേരള സദസ്സിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ മന്ത്രി P രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. ജനുവരി 1-ന് ഉച്ചകഴിഞ്ഞ് 3-ന് തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സ് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൌണ്ടിലും വൈകിട്ട് 5-ന് പിറവം മണ്ഡലത്തിലേത് പിറവം KSRTC സ്റ്റാൻഡ് ഗ്രൌണ്ടിലും നടക്കും. ജനുവരി 2-ന് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ സദസ്സ് പുതിയകാവ് ക്ഷേത്ര മൈതാനത്തും കുന്നത്തുനാട് മണ്ഡലത്തിലേത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഗ്രൌണ്ടിലും നടത്തും. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ നിർമ്മിച്ച ബാർജുകളുടെ പ്രവർത്തന ഉദ്ഘാടനം ജനുവരി 1-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി ബോൾഗാട്ടിയിൽ നിർവഹിക്കും. പോസിഡോൺ ഓയിൽ ടാങ്കർ ബാർജും ലക്ഷ്മി ആസിഡ് ബാർജും പ്രവർത്തന സജ്ജമാകുന്നതോടെ പുറം കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഇന്ധന വിതരണത്തിലൂടെയും വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലമാർഗം ആസിഡ് നൽകുന്നതിലൂടെയും അധിക വരുമാനം കണ്ടെത്തുവാൻ സാധിക്കും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി സംഘടിപ്പിക്കുന്ന സർവ്വഭാഷാ കവി സമ്മേളനത്തിൽ മലയാളത്തിൽ നിന്നും കവി NS സുമേഷ് കൃഷ്ണൻ പങ്കെടുക്കും. 21 ഭാഷകളിൽ നിന്നുള്ള കവികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജനുവരി 5-ന് ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടക്കുന്ന കവി സമ്മേളനത്തിന്റെ ശബ്ദലേഖനം ജനുവരി 25-ന് ദേശീയ തലത്തിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 245 റൺസിന് പുറത്തായി. സെഞ്ചുറി നേടിയ KL രാഹുലിന്റെ പ്രകടനമാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. കളിയുടെ 2-ാം ദിനമായ ഇന്ന് 8 വിക്കറ്റിന് 208 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ആതിഥേയർ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 3 വിക്കറ്റിന് 161 റൺസ് എന്ന നിലയിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. രാജ്യത്തെ നാളികേര കർഷകർക്ക് മികച്ച വരുമാനം ലക്ഷ്യമിട്ടാണ് നടപടി. കേന്ദ്ര പദ്ധതികൾ എല്ലാവരിലും എത്തിക്കുകയാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ശബരിമലയിൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ഇന്ന് മണ്ഡല പൂജ നടന്നു. വൈഗ കൊലക്കേസിൽ കുട്ടിയുടെ പിതാവിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കോടതി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ടെസ്റ്റ് 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 245 റൺസിന് പുറത്ത്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.